നമസ്കാരം. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ്. കാശ്മീരിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മടങ്ങുകയാണ്. ജമ്മു കാശ്മീരിലെ തന്നെ കട്രയിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിവിടെ ശ്രീനഗറിലെടുത്ത റൂം ഇതാണ്. എങ്ങനെയുണ്ട് റൂം? നല്ല റൂം. 2 ദിവസമാണ് ഇവിടെ താമസിച്ചത്. ഒരു ദിവസം താമസിക്കാൻ 700 രൂപയാണ് ആയത്. ഗോയിബി വഴിയാണ് ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എടുത്തു പറയുന്നത് നല്ല ബിഹേവിയർ ആണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ഇവിടുന്ന് തന്നെയാണ്. ഇതൊരു ഹോം സ്റ്റേ ആണ്. പിന്നെ ഈ ബെഡ് ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന ബെഡാണ്. രാത്രി കടന്നുറങ്ങാനായാലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പുറത്തിപ്പോൾ നല്ല തണുപ്പാണ്. ഇതിൻ്റെ അകത്ത് തണുപ്പൊന്നും അധികമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യാം. സമയം രാവിലെ 7:15. റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രീനഗർ വീഡിയോ ചെയ്ത സമയത്ത് ഇവിടുന്ന് നല്ലൊരു വ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മൊത്തം മഞ്ഞു മൂടിയ ഈ ഒരു വ്യൂ. പക്ഷെ ഇന്നത്തെ കാഴ്ച നോക്കിയേ, ഒരു മഞ്ഞ് പോലും ഇല്ലല്ലോ. കാരണം അന്ന് സ്നോഫാൾ ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് മഞ്ഞ് കിട്ടിയത്. എന്തോ ഭയങ്കര ലക്കായി പോയില്ലേ. അങ്ങനെ ഇതാ ദാൽ ലേക്കിന്റെ തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ തൊട്ട് മുന്നിൽ കാണുന്നതൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഈ ശ്രീനഗറിൽ ഞങ്ങൾക്ക് മഞ്ഞ് കിട്ടിയില്ലെങ്കിൽ പിന്നെ പോകാൻ പ്ലാൻ ഉണ്ടായത് ഗുൽമാർഗിലേക്കാണ്. പക്ഷേ ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ തന്നെ സ്നോ കിട്ടിയല്ലോ. ശ്രീനഗർ പട്ടണം മൊത്തം മഞ്ഞിന് മൂടി നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഞങ്ങൾക്ക് ഗുൽമാർഗിലേക്ക് പോകേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗുൽമാർഗിലേക്ക് പോകാതിരുന്നത്. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ടാക്സി ഉള്ള സ്ഥലത്തേക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ ഈ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ നമുക്ക് ഷെയർ ടാക്സി ഒക്കെ കിട്ടാം. ഞങ്ങൾക്ക് ഷെയർ ടാക്സിയാണ് കിട്ടേണ്ടത്. കാരണം വണ്ടി സ്പെഷ്യലാക്കി പോകണമെങ്കിൽ നല്ല പൈസ വരുമല്ലോ. പിന്നെ അപ്പൊ എങ്ങോട്ടോ നോക്കട്ടെ, രാവിലെ വണ്ടി കിട്ടുമോന്ന് നോക്കണം. മാത്രമല്ല ഇവിടുന്ന് ബസ് ഉണ്ട്. പക്ഷേ ബസ് ഏത് സമയത്താണ് ഉള്ളതെന്നൊന്നും അറിയില്ലല്ലോ. ഈ ശ്രീനഗറിലത്തെ ഇത് ഹോട്ടലുകളോ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവണമെങ്കിൽ കുറെ സമയമാണ് കേട്ടോ. കാരണം ആളുകളൊക്കെ ഉറങ്ങി എണീക്കുന്നത് അത്ര. കാരണം ഒരു 10 മണിയൊക്കെ ആവും എല്ലാ ഷോപ്പുകളിൽ മുഴുവനും ഓപ്പണായി വരാൻ. നമുക്കിനിയിപ്പം കുറച്ച് മുന്നിലോട്ട് പോയി ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഷെയർ വണ്ടി വിളിക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ്. അപ്പോൾ അവിടത്തേക്ക് ഒരു 3 കിലോമീറ്റർ പോകാനുണ്ട്. ഞങ്ങൾ പിന്നെ ബസ്സൊന്നും നോക്കിയിട്ടില്ല, പെട്ടെന്ന് തന്നെ പോകാമെന്ന് കരുതി. ഈ ഓട്ടോയിലാണ് വന്നത്. ഗുപ്സി ബാഗ് അല്ലെങ്കിൽ LD എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമുക്ക് റെയിൽവേയിലേക്ക് പോകാനുള്ള ഷെയർ വണ്ടി കിട്ടുക. വണ്ടി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ഇപ്പോൾ വരും. LD എന്ന ഈ സ്ഥലത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് ടാക്സി കിട്ടിയിട്ടാണ്. 9 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഒരാൾക്ക് 40 രൂപയാണ് ചാർജ് പറഞ്ഞത്. ഇനി പെട്ടെന്ന് എത്തിക്കോളും. നിങ്ങൾക്കും ഇതേപോലെ ശ്രീനഗറിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ടാക്സിക്ക് പോകണമെങ്കിൽ നേരെ LDയിലേക്ക് വന്നാൽ മതി. ഈ ഭാഗത്തെല്ലാം കുറച്ച് റൂഫിൻ്റെ മുകളിൽ സ്നോ കാണുന്നുണ്ട്. തൊട്ട് മുന്നിൽ ഒരു ഓട്ടോ പോകുന്നുണ്ട്. ഓട്ടോക്ക് നമ്മൾ ആദ്യം ഒരു ഓട്ടോ കയറിയില്ലേ, ആ പുള്ളിക്കാരൻ പറഞ്ഞത് 300 രൂപ തന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് നഷ്ടമാണ്. മഞ്ഞുരുക്കി പോയ വെള്ളമാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്തെല്ലാം ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കാണുന്നത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ ഇത് എത്തിയിരിക്കുകയാണ്. ഇനി ബനിഹാളിലേക്ക് പോകാനുള്ള ട്രെയിൻ ബാരാമുള്ളയിൽ നിന്ന് സങ്കൽഡാനിലേക്ക് പോകുന്ന DEMU ആണ്. 8:48 ഇവിടുന്ന്. ഇനിയിപ്പോൾ നേരെ കയറാം. ഇവിടെ ചെറിയായിട്ട് മഞ്ഞൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നോർത്തേൺ റെയിൽവേ വെൽക്കംസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെനാബ് പാലത്തിൻ്റെ ആ ഒരു ഫോട്ടോയാണ്. അതുപോലെ തന്നെ ഇവിടെ അഞ്ചി ബ്രിഡ്ജ്, ഇതൊരു കേബിൾ ബ്രിഡ്ജാണ്. ഇപ്പോൾ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യൂ ഉണ്ട്. ആ വഴിയാണ് നമ്മളിപ്പോൾ വന്നത്. ഇനിയിപ്പോൾ നേരെ അകത്ത് കയറി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം.
ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഒന്ന് ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ്. 2 ചായ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അണ്ടാപൂരി എന്നാണ് പറഞ്ഞത്, അതായത് മുട്ടയും കൊണ്ടുള്ളൊരു പൂരി. ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അല്ലേ നബി? 40 രൂപയാണ് പറഞ്ഞത്. പിന്നെ ഈ ചൂടത്ത് പിന്നെ ചായ എങ്ങനെ ഒരു ചായ കിട്ടിയാൽ മതി. നല്ല ആവി പറഞ്ഞുണ്ട. 10 മിനിറ്റ് കൂടി ഉണ്ട് കേട്ടോ വണ്ടി. വണ്ടി ഇപ്പോൾ വരാം. ടിക്കറ്റൊക്കെ എടുത്തു. ഇതൊരു റൊട്ടി പോലത്തെ ഒരു സാധനം, അതിൻ്റെ അകത്താണ് ഓംലേറ്റ് ഉള്ളത്. അതാണ് അണ്ടാപൂരി എന്ന് പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇതാ പോകാനില്ല, ട്രെയിൻ വന്നിരിക്കുകയാണ്. എട്ട് 56 ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇത് ബനിഹാളിൽ നിന്ന് രാവിലെ 7:15 ബാരാമുള്ളയിലേക്ക് പോകുന്ന ട്രെയിനാണ്. അതിവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനോട് വിടാം. ഇനി ഒരു തവണ കൂടെ വരണം. വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വന്ദേ സ്ലീപ്പറില്ലേ, അതിന് ടിക്കറ്റ് സെറ്റാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെയൊക്കെ നല്ല സ്നോ ആയിരുന്നു. ശ്രീനഗർ ഇവിടെയുള്ള വീടുകളൊക്കെ കണ്ട. കുറച്ച് മാസത്തേക്ക് കുറച്ച് ദുഷ്കരം തന്നെയാണ് ഇവരുടെ ജീവിതം. ട്രെയിനിപ്പോൾ അവന്തിപ്പുറ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്തിപ്പുറ സ്റ്റേഷനിലേക്ക് സ്ഥിതി ചെയ്യുന്നത് പുൽവാമ ജില്ലയിലാണ്. ഈ ഭാഗത്തൊക്കെ ഉണ്ടതാ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ സ്നോ ഉണ്ട്. ഇതൊന്നും റിമൂവ് ആയിട്ടില്ല. ചില ഭാഗത്തൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആവുന്നുണ്ട്. നല്ല തണുപ്പുമുണ്ട്. ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, അതായത് കോച്ചിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്, കാരണം നമുക്ക് ക്യാപ്ചേഴ്സ് എടുക്കണമല്ലോ. പിന്നെ എല്ലാ ഭാഗത്തും നല്ല സെക്യൂരിറ്റി തന്നെയാണ്. ആർമി കൺട്രോളിൽ തന്നെയാണ് ഈ സ്റ്റേഷനുകൾ മുഴുവനും. ഇപ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള സ്നോഫാൾ ഉണ്ട്, പക്ഷേ ശക്തിയായിട്ടൊന്നും പെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓരോരോ തുള്ളിയായിട്ട് ഒരു മിനി സ്വിറ്റ്സർലാൻഡ് തന്നെ കാശ്മീർ. ഇതൊക്കെ ആർമി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോരോ കെട്ടിടങ്ങളാണ്. ഈ മഞ്ഞ് സമയത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ, ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം വളരെയധികം ദുഷ്കരമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഡ്യൂട്ടി കിട്ടുന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഓരോ സ്ഥലത്തും കാവൽ നിൽക്കുന്നത്. അതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല.
ട്രെയിൻ ഇപ്പോൾ അനന്ത്നാഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ 3ാമത്തെ പ്രധാനപ്പെട്ട നഗരമാണിത്. അതുപോലെ തന്നെ ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ കൂടിയാണിത്. അതുപോലെ തന്നെ ഈ അനന്തനാഗ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദു നെയിമാണ്. ഇത് വേറൊരു പേര് കൂടി അറിയപ്പെടുന്നത് ഇസ്ലാമാബാദ്. അതുപോലെ ഇവിടെയൊക്കെ നല്ല സ്നോ തന്നെയാണ് ഇതാ. സതുര സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കൂടുതൽ തന്നെയാണ് സ്നോ. ഇനിയിപ്പോൾ ഒരു 2 സ്റ്റേഷനും കൂടെ കഴിയാനുണ്ട്. അവിടെ ഒരു പട്ടി ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക. ഇവറ്റകൾക്ക് നല്ല രോമമാണ്. ഈ മഞ്ഞിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മുടെ നാട്ടിലത്തെ പട്ടീനെ പോലെയല്ല. ട്രെയിൻ ഇപ്പോൾ ഗാസിക്കുണ്ട് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇതാ ട്രാക്ക് മൊത്തം മഞ്ഞിൽ മൂടി നിൽക്കുകയാണ്. ഇവിടെ നല്ല മഞ്ഞുണ്ട്. ഇനി ബനിഹാൾ എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റേഷൻ കൂടി ഉണ്ട്. അവിടെ ഒരു ട്രെയിൻ ഉണ്ട് ഇവിടെ ശ്രീനഗർ ഭാഗത്തേക്കുള്ള. ഈ ട്രെയിൻ ഇവിടുന്ന് എടുത്തിരിക്കുകയാണ്. ഇന്ന് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ സ്നോ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ ഹില്ലർ ഷഹബാദ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതാണ് ബനിഹാൾ. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ടണലുകളിൽ ഒന്നായ ഗാസിക്കുണ്ട് ടണൽ അഥവാ പീർ പഞ്ചൽ ടണലിലേക്ക് എത്തും. അതിൻ്റെ ആകെ നീളം വരുന്നത് 11.21 കിലോമീറ്ററാണ്. ഞങ്ങൾ ഈ ബനിഹാളിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ ഒന്നും സ്നോ ഉണ്ടായില്ല. ആ ടണൽ കഴിഞ്ഞ ഉടനെ, അതായത് ഈ സ്റ്റേഷൻ എത്തുമ്പോഴാണ് ഹെവി സ്നോ കണ്ടത്. മിക്കവാറും നമുക്ക് ബനിഹാളത്തെ അവസ്ഥ എന്താണെന്ന് നോക്കണമല്ലോ. തീർച്ചയായും ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട്, അതായത് എന്താ പറയുക, അത്രയും ലോഡ് കണക്കിനാണ് ഇവിടെ മഞ്ഞ് വന്ന് വീണ് കിടക്കുന്നത്. നല്ല നല്ല അല്ല നല്ല കനത്തിലുണ്ട്. ഈ ഹില്ലർ ഷഹബാദിലേക്ക് അന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ എത്തുമ്പോൾ നമുക്കുണ്ടായൊരു സന്തോഷം. കാരണം മഞ്ഞ് പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ ഇത്രയും ദൂരം വന്നത്. ഡിസപ്പോയിൻ്റ് ആവാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞവിടെ തന്നെ ടണലായി. ടണൽ കഴിഞ്ഞതിന് ശേഷം കണ്ടാതാ ഒരു തുള്ളി പോലും മഞ്ഞില്ല.
അതായത് ആ ടണലിൻ്റെ ബാക്കിയുള്ള അങ്ങോട്ടാണ് മഞ്ഞും സ്നോഫാളും എല്ലാം ഉള്ളത്. കന്യാകുമാരി ശ്രീനഗർ ഹൈവേ ആണിത്. നമ്മൾ നേരത്തെ കണ്ടതാ ഒക്കെ ഈ ഒരു മഞ്ഞ മലകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത്. ശ്രീനഗറിൽ നിന്നും 78 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ബനിഹാൾ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:43 സമയം. ഇനിയിപ്പോൾ ഈ ട്രെയിൻ നേരെ സങ്കൽഡാനിലേക്ക് പോകും. ഇവിടുന്ന് കാണുന്ന മലകൾക്ക് നല്ല മഞ്ഞൊക്കെ കാണുന്നുണ്ട്. ബനിഹാൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ഉധംപൂരിലേക്ക് വണ്ടിക്ക് പോവാം. എത്ര വണ്ടികളുണ്ട് നോക്കിയേ. ഇതിന് എത്ര രൂപ ചോദിച്ചടാ? ഇതിന് ആടിന് ആളുണ്ട്, അതിൻ്റെ ആളുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രാവലർ കിട്ടി. ഏറ്റവും പുറകിലാണ് കിട്ടിയത്. അപ്പോൾ ഇവിടുന്ന് ഉധംപൂരിലേക്ക്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടം വരെ പോകും. ഒരാൾക്ക് 300 രൂപയാണ് പറഞ്ഞത്. ഞങ്ങൾ അന്ന് പോയപ്പോൾ ബസ്സിന് പോയപ്പോൾ 300 തന്നെയാണ് ആയത്. ദേ ഇവിടുന്ന് ഇതാ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി എത്ര മണിക്കൂർ കൊണ്ട് ഇത് ഉധംപൂർ സ്റ്റേഷനിലെത്തും നമുക്ക് നോക്കാം. എത്ര വണ്ടികൾ. ആദ്യം ഒരു ട്രാവലറിൽ കയറിയതാണ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു പെട്ടെന്ന് ഇതാണ് പോകുന്നത് പറഞ്ഞു. പിന്നെ പുറകിലാണ് സീറ്റ് ഉണ്ടായത്. ഇവിടെ ഒരുപാട് ധാബകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടാനാണ് പണി. നല്ല ബ്ലോക്കാണല്ലോ. ഇനി എന്തായാലും ഞങ്ങൾ റോഡ് വഴി കാശ്മീരിലേക്ക് വരുന്നില്ല. അതായത് ഇങ്ങനെ ടാക്സി, കാരണം ഡയറക്റ്റ് ട്രെയിൻ വഴി തന്നെയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ജമ്മുവിലേക്കും വണ്ടി കിട്ടും, ഉധംപൂരിലേക്കും കിട്ടും. റാംബാൻ അത് ഈ അടുത്തൊരു സ്ഥലമാണ്. അതായത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് റാംബാൻ. മെയിൻ ഹൈവേയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. എന്താ വ്യൂ. ബനിഹാളിൽ നിന്ന് ഉധംപൂരിലേക്ക് 90 കിലോമീറ്റർ ആണുള്ളത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ടാക്സിക്കാണല്ലോ വന്നത്. അത് 2.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ബസ് 4 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. പോകുന്ന വഴിയൊക്കെ പറഞ്ഞ അടിപൊളിയാണ്. കാരണം എല്ലായിടത്തും നല്ല വ്യൂ ആണ്. അവിടേക്ക് എത്ര വീടുകളാന്ന് നോക്കിയേ. ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ് ഇതൊക്കെ. താഴേക്കൂടെ ഒരു വലിയൊരു നദി ഒഴുകുന്നുണ്ട്. ഫ്രണ്ടിൽ സീറ്റ് വേണം ഞാൻ ഈ ഡ്രൈവറോട് പറഞ്ഞു. പക്ഷേ ആദ്യം ഒരു ട്രാവലർ കയറിയിട്ടുണ്ടായിരുന്നു. അതിലും
ഞങ്ങൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു. പക്ഷേ ആ വണ്ടിയിൽ വേറെ ആരും വന്നില്ല. പിന്നെ പെട്ടെന്ന് ഈ ഒരു വണ്ടിയിൽ ആളായപ്പോൾ 2 സീറ്റ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു, ഏറ്റവും പുറകിലാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളതിൽ കയറി. ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയാണ്, പക്ഷേ കുറച്ച് ഭാഗം മാത്രം മോശമുണ്ട്. അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്നാലും എത്രയോ ബെറ്ററായി റോഡൊക്കെ. ഒരു ടണലിലേക്ക് കയറുകയാണ്. ഈ ഭാഗം ഉണ്ട്, ഇതാ ഇത് മുഴുവനും ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ്. അവിടെ മണ്ണിടിഞ്ഞത് നമുക്ക് കാണാം. വളരെയധികം മോശം വഴിയാണ് ഈ കുറച്ച് ഭാഗങ്ങൾ മാത്രം. ഇവിടെ ടണലിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ടണലിൻ്റെ വർക്കുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഇതാ വഴിയാണ്. ഇവിടെ പുതിയ ടണലുകൾ വരുന്നുണ്ട്, ഇതാ ഈ ഭാഗത്ത്. നമുക്കിപ്പോഴേ മഞ്ഞൊന്നും കാണാൻ പറ്റില്ല, നമ്മളങ്ങ് ഇറങ്ങി പോവുകയാണല്ലോ. അതുവഴിയാണിപ്പോൾ വന്നത്. നല്ല റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. റാംബാൻ പട്ടണമാണ് അങ്ങ് തൊട്ട് മുന്നിലായി കാണുന്നത്. ലഞ്ച് ബ്രേക്കിന് വേണ്ടി ഇതാ വണ്ടി ഇവിടെ ഒരു ധാബേൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ബ്രേക്ക് ഉണ്ട്. ഈ വണ്ടിയിൽ ഈ ഒരു ബാക്ക് പൊസിഷനിൽ ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ അല്ലേ? ആ സമയത്ത് കിട്ടിയ വണ്ടി ഇത് മാത്രമാണ്. കാരണം ഫുള്ളായി കഴിഞ്ഞാൽ അവർ അവിടുന്ന് എന്താ പറയാ നമ്മുടെ ബനിഹാളിന്ന് പുറപ്പെടുള്ളൂ. കിട്ടിയ വണ്ടി എന്ന് വെച്ചാൽ 300 രൂപ എന്ന് പറയുമ്പോൾ ബാക്കി കുറെ ആൾക്കാർ ജമ്മു വണ്ടിയാണ്. ജമ്മു വണ്ടി 500 രൂപയൊക്കെയാണ് പറയുന്നത്. പിന്നെ അന്നേരം തന്നെ ലാസ്റ്റ് ടൈം പെട്ടെന്ന് തന്നെ കയറാണ് ഉണ്ടായത്. വണ്ടി ഓണായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ ചായ അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ ഞങ്ങളിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. ഉദംപൂർ എത്തിയതിന് ശേഷം അവിടെ നിന്ന് കഴിക്കാനാണ് ഒരു പ്ലാൻ ഉള്ളത്. അല്ലെങ്കിൽ കട്ട എത്തിയതിന് ശേഷം എവിടെ നിന്നോ. വണ്ടി കുഴപ്പമില്ല, നല്ല സ്പീഡിൽ തന്നെ വണ്ടി വരുന്നുണ്ട്. ഇതേ തൊട്ട് പുറകിലായി മഞ്ഞുമല്ല കഴി. ഇനി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റോഡ് ടണലായ ചെനാനി നഷ്രി ടണൽ അഥവാ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുരങ്കത്തിൻ്റെ അടുത്തെത്തും. അതിൻ്റെ നീളം വരുന്നത് 9.28 കിലോമീറ്ററാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവർ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ടണലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ടണലിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് ഇന്ന് നല്ല ബ്ലോക്കാണ്. എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോ? ടണലിൻ്റെ അകത്ത് ഇവിടം വരെയുള്ളൂ. അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ്, ഓക്സിജൻ, അങ്ങനെ പല സംവിധാനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഹോണടിക്കാൻ പാടില്ല, പക്ഷേ വണ്ടികളൊക്കെ ഹോണൊക്കെ അടിക്കുന്നുണ്ട്.
പിന്നെ ടണലിന്റെ അകത്ത് തന്നെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. വണ്ടികൾ ഹെഡ്ലൈറ്റ് ഇട്ട് ഓടിക്കണം എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. പിന്നെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് 50 കിലോമീറ്റർ. അതിൻ്റെ മുകളിൽ കൂടാൻ വേണ്ടി പാടില്ല എന്നൊക്കെ എല്ലായിടത്തും സൈൻ ബോർഡുകളുണ്ട്. ശരിക്കും ഈ ഒരു ടണലൊക്കെ ഒരു സംഭവം തന്നെയാണ്. എത്ര കിലോമീറ്റർ നമുക്ക് ലാഭിക്കാം. അല്ലെങ്കിൽ ഇത് കുറേ വളഞ്ഞ് ഒരുപാട് കിലോമീറ്റർ ഉണ്ടാവും, സമയനഷ്ടം. കാരണം നമുക്ക് മെയിനായിട്ട് ഈ റൂട്ടിലൂടെ പോകുമ്പം സമയം വലിയൊരിതാണ്. ഈ ടണൽ വന്നതോടുകൂടി എത്ര സമയവും കിലോമീറ്ററും ലാഭിച്ചു. അങ്ങനെ ഉദംപൂരെത്തി. ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഹൈവേന്ന് മാറി. ബനിഹാളിൽ നിന്ന് 3 മണിക്കൂർ 15 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഇതാ ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സമയം വേണ്ട, അതിൽ അരമണിക്കൂർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയല്ലോ. അപ്പോൾ അത്ര സമയം മാത്രമേ എടുത്തുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ എത്തി. ഇതേ തൊട്ട് മുന്നിൽ ഇതാ റെയിൽവേ സ്റ്റേഷൻ. ഉദംപൂരിൽ നിന്ന് ശ്രീനഗർ ഭാഗത്തേക്ക് ഞങ്ങൾ കൂടുതലും യാത്ര ചെയ്തിട്ടുള്ളത് റോഡ് വഴിയാണ്. ഞങ്ങളുടെ സ്കൂട്ടർ എടുത്തിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ടാക്സി കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതാ നമ്മുടെ ഈ ഒരു വലിയൊരു ട്രാവലറിലും യാത്ര ചെയ്തു. അതുപോലെ തന്നെ ഇനി പോകാൻ ബാക്കിയുള്ളത് ഞാൻ ഫ്ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി റെയിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുണ്ടല്ലോ റോഡ് വഴി ഇനി അപ്കമിങ് ഇനി അടുത്ത വർഷമായാലും ഇനി അടുത്ത മാസമായാലും ഏത് സമയത്തായാലും ശരി ഇനി നമ്മൾ ട്രെയിൻ വഴി മാത്രമേ വരുള്ളൂ. ഒരുപാട് ട്രെയിനുകൾ ഇനി ശ്രീനഗറിലേക്ക് സർവീസ് ചെയ്യുമല്ലോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബനിഹാളത്തൊക്കെ ഭയങ്കര തിരക്കുണ്ടല്ലോ ഈ ഷെയർ ടാക്സിനൊക്കെ. ഇനി അവരുടെയൊക്കെ കാര്യം വളരെയധികം ശോകമായിരിക്കും. കാരണം കൂടുതലും പേരും ഒരുപാട് പേര് ട്രെയിന് പോകും. തീർച്ചയായും ഒരുപാട് ട്രെയിനുകൾ ശ്രീനഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മലയാളീസ് ഒക്കെ കൂടുതൽ പോകുമല്ലോ. അതിലൊന്നും ടിക്കറ്റ് കിട്ടാത്ത പക്ഷം മാത്രമേ ആളുകൾ ഈ ഷെയർ ടാക്സികൾ എന്ത് പറയൂ ആശ്രയിക്കുള്ളൂ. അതായത് ഈ ഷെയർ ടാക്സിന്റെ കാര്യം ഭയങ്കര പൈസയാണ് ചില ആൾക്കാർ വാങ്ങിക്കുന്നത്. ചില ആൾക്കാർ 600, 700, 500 തോന്നിയ പൈസയാണ് ഇവർ വാങ്ങിക്കുന്നത്. തോന്നുന്ന പൈസയാണ്, ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. അത് കഴിഞ്ഞ വീടൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നെയാണ്. അപ്പൊ അതിനൊരു ശമനം എന്തായാലും ഉണ്ടാവും. ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ തന്നെ ATM കൗണ്ടറും ഉണ്ട്. ഇവിടുന്ന് ഞങ്ങളിപ്പോൾ കട്രയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു ട്രെയിൻ ഉണ്ട്. പിന്നെ നേരെ കട്രയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഞങ്ങൾ കഴിഞ്ഞ 1 വർഷം മുന്നേ വന്ന സമയത്ത് ഇങ്ങനെ നല്ല ഉണ്ടായത്, മൊത്തം വർക്കൊക്കെ നടക്കുന്നുണ്ടായത്. ഇപ്പം ഒക്കെ അടിപൊളിയാക്കി. അപ്പോൾ ഇതുവഴിയാണ് ഇനി അകത്തേക്ക്. മാർട്ടിർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ, ഷഹീദ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ എന്നാണ് ഈ സ്റ്റേഷന്റെ നിലവിലത്തെ പേര്. ഈ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ എന്ന വ്യക്തി ഒരു സൈനികനാണ്. അദ്ദേഹം ഈ ഉദംപൂർ സ്വദേശി തന്നെയാണ്. അദ്ദേഹം 2016 ഫെബ്രുവരി 21 വീരമൃത്യു വരിക്കുകയുണ്ടായി, അതായത് രക്തസാക്ഷിയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെയോടുള്ള ആദരവ് കൊണ്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നൽകിയത്. നേരത്തെ ഉദംപൂർ തന്നെയാണ് ഉണ്ടായത്. 2023 സെപ്റ്റംബറാണ് ഈ സ്റ്റേഷൻ്റെ പേര് പുനർനാമകരണം ചെയ്തത്. ഇവിടെ ആകെ 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ളത് ഇവിടുന്ന് ഡൽഹി സറൈ റോഹില്ലയിലേക്ക് പോകുന്ന AC എക്സ്പ്രസ് ആണ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ കാമാഖ്യയിൽ നിന്ന് കട്രയിലേക്ക് പോകുന്ന വണ്ടിയാണ്. അത് ഇവിടത്തേക്ക് ഒരു 20 കിലോമീറ്റർ കൂടി ഉണ്ട് ദൂരം. സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് MCTM എന്നാണ്. ഇവിടെ നേരത്തെ ഉദംപൂരിൽ നിന്ന് ഉണ്ടായത് കണ്ട, അത് മാറ്റിയിട്ടാണ് ഇപ്പം ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചത്. ഇത് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ തിരികെയാണ്. അൺറിസർവ്ഡ് മുന്നിൽ തന്നെയുണ്ട്. കിലോമീറ്റർ ആകെ സഞ്ചരിക്കാനുള്ളൂ. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 45 രൂപയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഇതാ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് ടണലുകളൊക്കെ നമുക്ക് കാണാം. നല്ല വലിയ പാലങ്ങളൊക്കെ ഉണ്ട്. നല്ല റൂട്ടാണ്.
ബിഹാർ വഴി വരുന്നതാണ്. ഇതിന്റെ വാഷ് ഏരിയയിലത്തെ കോലം കണ്ട. ഇതിൽ ഈ പാനൊക്കെ ചവച്ച് അതിലേക്ക് തന്നെ തിരിച്ച് തുപ്പുമല്ലോ, ആ സമയത്താണ് അത് അവിടെ ബ്ലോക്ക് ആവുന്നത്. ഈ ആൾക്കാർ തന്നെയാണ് റെയിൽവേന്റെ ഇതുപോലുള്ള കോച്ചുകളൊക്കെ വൃത്തികേടാക്കുന്നത്. എന്ത് പറയാനാണ്. അതുപോട്ടെ, എന്ത് നല്ല കാഴ്ചകളാണ് നോക്കിയതാ മലനിരകൾ. വൈകുന്നേരമായി നല്ല തണുപ്പ് വന്നു തുടങ്ങി. വെള്ളമൊന്നുമില്ല. ഈ മലനിരകൾ കാണുന്നില്ലേ, ഈ മലനിരയിൽ അങ്ങ് അവിടെയാണ് മാ വൈഷ്ണോ ദേവി ക്ഷേത്രം. അങ്ങ് കാണുന്നത് ഇവിടുന്ന് കുറച്ചും കൂടെ വ്യക്തതയോടെ കാണാം. ആ മലേൻ്റെ മുകൾ ഭാഗത്തൊക്കെ സ്നോയാണ്. ക്ഷേത്രഭാഗം ഇവിടെയാണ്, മലനിരേൻ്റെ മുകളിൽ കണ്ട. ഒരു ഹെലികോപ്റ്റർ വരുന്നത് കാണുന്നുണ്ടോ? അങ്ങനെ ശ്രീമാതാ വൈഷ്ണോ ദേവി കട്ര സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തർ സമ്പർക്രാന്തി എക്സ്പ്രസ്. കട്ര റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇത് ശ്രീശക്തി AC എക്സ്പ്രസ്. ചെനാബ് പാലം വഴി നേരെ ശ്രീനഗറിലേക്ക് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ ഇതാ ശ്രീമാതാ വൈഷ്ണോ ദേവി കട്ര. ഇനിയിപ്പോൾ നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ്. പിന്നെ യാർഡൊക്കെ വരുന്നത് അവിടെയാണ്. പിന്നെ ഇവിടെ ഈ ഒരു എസ്കലേറ്ററിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുവഴി നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. കട്ര സ്റ്റേഷൻ ഇവിടെയാണ് വരുന്നത്. ഞങ്ങൾ അവിടുന്ന് നേരിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കട്രയിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഒരു 700 മീറ്റർ മാറിയിട്ടുള്ള ഭാഗത്താണത്. അപ്പോൾ അവിടത്തേക്ക് പോകാനുള്ള മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരെ അവിടത്തോട്ട് പോവാം. റൂമിലേക്ക് നടന്നു പോകുന്ന വഴി ഇതാണേ. ഏകദേശം എത്താനായി. ഇനി ഒരു 150 മീറ്ററും കൂടി ഉണ്ടാവുള്ളൂ. കട്രയിൽ ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത മുറി ഇതാണേ. ഒരു ദിവസത്തേക്ക് വാടക 650 രൂപയാണ്. നല്ല സ്പേസ് ഉള്ള നല്ല വൃത്തിയുള്ള മുറി തന്നെയാണിത്. ശ്രീനഗറിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ മഞ്ഞ്, ഇവിടെ കട്രയിൽ എത്തുമ്പോൾ മഞ്ഞില്ല, നല്ല വെയിലുണ്ട് ഇവിടെ. അതായത് വരുന്ന വഴിക്ക് നമ്മൾ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോയത്. കാരണം അത് ശരിക്കും പറഞ്ഞ ജമ്മു കാശ്മീരിന്റെ ഒരു സവിശേഷതയാണ് കേട്ടാ. ഈ 2 തട്ടായിട്ട് പറയുകയാണെങ്കിൽ മേലെ ശ്രീനഗറും താഴെ ജമ്മുവും വ്യത്യാസമാണ്. പക്ഷെ എല്ലായിടത്തും പൊതുവായിട്ട് തണുപ്പുണ്ട്. പക്ഷെ ശ്രീനഗറിലെ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ വലിയ തണുപ്പ് വലിയ തോന്നില്ല. കാരണം സന്ധ്യ ആയാൽ പോലും ഇതേ സമയത്ത് ശ്രീനഗറിലാണെങ്കിൽ നല്ല തണുപ്പ്. അതുപോലെ തന്നെ നമ്മൾ ഊതുമ്പോൾ പുകയൊക്കെ പോകും. കാരണം അങ്ങനെയാണല്ലോ അവിടുത്തെ ഇത് വരുന്നത്. അതായത് അവിടെ ജാക്കറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ജാക്കറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ മിക്കവാറും ഇപ്പൊ ജാക്കറ്റ് ഊരി വെക്കുകയും കാരണം കുറെ ദിവസം ജാക്കറ്റ് ഇട്ട് തന്നെ നടക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളുണ്ടല്ലോ ശ്രീനഗർ പോയി കഴിഞ്ഞാലും കാശ്മീർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും മഞ്ഞ് പ്രതീക്ഷിച്ച് പോയവർ തന്നെയാണ്. എന്തായാലും ആ ഒരു കാശ്മീർ യാത്രയിൽ ഞങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾ സംതൃപ്തരാണ്. നല്ല രീതിയിൽ മഞ്ഞ് കാണാൻ പറ്റി. തുടക്കം കണ്ടില്ലേ, മൊത്തം എന്താ പറയാ വെള്ളം ഇങ്ങനെ പൊതിച്ച് കിടക്കുന്ന നമ്മുടെ ശരിക്കും പറഞ്ഞത് കാണുമ്പോണ്ടല്ലോ കണ്ണിന് ഭയങ്കര ഒരു കുളിർമ കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല, അതിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, ഈ റോഡിന്റെ ഭാഗം എന്ന് പറഞ്ഞാല് ഈ റാമ്പൻ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഒരു മോശം റോഡുള്ളൂ. അത് കഴിഞ്ഞ എല്ലാം അടിപൊളി റോഡാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ
ഈ ഒരു യാത്രയാണ് റോഡ് വഴി അവസാനത്തെ യാത്ര എന്ന് തന്നെ പറയാം ഞങ്ങളുടെ. കാരണം ഇനി വരുന്ന ആൾക്കാർക്കും ട്രെയിൻ ഇനിയിപ്പോ ട്രെയിൻ വന്നുകൊണ്ടിരിക്കും. കാരണം പുതിയ പുതിയ റൂട്ട് അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ശ്രീനഗറിലേക്ക് ഒരുപാട് ട്രെയിനുകൾ വരുന്നുണ്ടല്ലോ. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് ആ ട്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്യും, ട്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊന്നും അറിയില്ല. പിന്നെ ഒരുപാട് ട്രെയിനുകളൊക്കെ വരും. അപ്പൊ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളും ഇനി ശ്രീനഗറിലേക്ക് ട്രെയിൻ വഴിയേ പോകുന്നുള്ളൂ. ഇനി എല്ലാവർക്കും ട്രെയിൻ തന്നെ ആയിരിക്കും ബെറ്റർ വരുന്നത്. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു മാറ്റം ബൈ ബൈ.